അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, അമൃതേച്ചിക്കൊന്നും പറ്റിയിട്ടില്ല. ചേച്ചി ഓക്കെയാണ്. അപ്പൊ പിന്നെ ഇവനെന്താ ഈ പറയുന്നേ? അച്ഛാ, ചേച്ചിക്ക് ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല, പറ്റാനിരിക്കുന്നതേ ഉള്ളൂ. നീ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കാത്ത കാര്യം എന്താന്ന് പറ. കാര്യം അറിഞ്ഞ അമ്മയ്ക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുമോ? അമ്മച്ചിക്ക് മരുന്ന് കൊടുക്കേണ്ട സമയമായില്ലേ? ചേച്ചി എടുത്തു കൊടുത്തില്ലെങ്കിൽ അമ്മച്ചി മരുന്ന് കഴിക്കില്ലല്ലോ. അയ്യോ, സമയം പോയത് അറിഞ്ഞില്ല മോളെ. വിലാസിനി ചേച്ചി ഇവരുടെ ഒപ്പം പൊയ്ക്കോ. ഇപ്പോഴാവുമ്പോ ഇവര് കൂട്ടുണ്ടല്ലോ. ശരിയാ മോളെ, വെറുതെ വെച്ചേക്കരുതേ. കൊണ്ടുവന്നെല്ലാം കഴിക്കണേ. ഇവിടെ തന്നെ ഉണ്ടല്ലോ. ഇറങ്ങട്ടെ മോളെ. ചെന്നേ, ഇപ്പൊ തന്നെ എല്ലാം പറഞ്ഞു തീർക്കണ്ട. നിങ്ങള് ചെന്നില്ലെങ്കിലേ അന്വേഷിച്ച ആൾ ഇങ്ങോട്ട് വരും. അമൃതേ, നിന്റെ അവസ്ഥ കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതൊന്നും അല്ലല്ലോ നീ ആഗ്രഹിച്ചത്. എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു നിനക്ക്. ഇങ്ങനെ ഒരു സ്ഥലത്ത് ജീവിക്കേണ്ടി വരുമെന്ന് നീ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. വിധി അല്ലാതെന്താ? അമ്മേ, വെറുതെ ഓരോന്ന് പറഞ്ഞ് അമൃതയെ വിഷമിപ്പിക്കാതെ. എന്ത് ചെയ്യാനാ, ഇനിയെല്ലാം സഹിക്കല്ലാതെ നിനക്ക് വേറെ വഴിയില്ലല്ലോ മോളെ. ഞങ്ങൾ ഇറങ്ങട്ടെ? ചെന്നിട്ട് വിളിക്കാം. അഞ്ജലി, ചേച്ചി വിഷമിക്കണ്ട, ഞാൻ ഇടയ്ക്ക് വരാം. ചേച്ചി ഒറ്റയ്ക്കാണെന്ന് കരുതരുത്. അയ്യോ, എല്ലാരും ഇറങ്ങുവാണോ? ആ അമൃതേച്ചി പോയി കുളിച്ചിട്ട് വാ. ദാ തോർത്ത്. വാ. എന്നാ ആദി, നമുക്ക് പോവാം. നിങ്ങൾ പൊയ്ക്കോ. അപ്പൊ നീയോ? എന്താ ഉദ്ദേശം? ആദി, നീ എന്ത് ചെയ്യാനാ പോന്നേ? ഞാനിവിടെ കാറിൽ വെയിറ്റ് ചെയ്തോളാം. ഇവിടെ വെയിറ്റ് ചെയ്യാനോ? എന്തിന്? ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലോ? ആദി നോക്ക്, നീ ഇങ്ങനെ എത്ര ദിവസം അമൃതയ്ക്ക് ഇവിടെ കാവലിരിക്കും? എടാ, അവളിപ്പോ അവളുടെ ഭർത്താവിന്റെ വീട്ടിലാ. ഇനി അമൃതയുടെ എന്താവശ്യവും നോക്കേണ്ടത് ശ്രീനാഥിന്റെ ഉത്തരവാദിത്വ. അതിനുവേണ്ടി നീ ഇവിടെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. വാ, കേറ്. ആദി വാ, വാ. വാ, വന്ന് വണ്ടി എടുക്ക്. ആദി വാ. വാ. ആദിച്ചേട്ടാ, ചേച്ചിയോട് യാത്ര പറയുന്നില്ലേ? അമൃതേച്ചി, കുളിക്കാൻ ചൂടുവെള്ളം വേണോ അതോ പച്ചവെള്ളം വേണോ? രാത്രിയല്ലേ, ചൂടുവെള്ളത്തിൽ കുളിച്ചാ മതിയല്ലേ? അമൃതേച്ചി എപ്പോഴും ഇങ്ങനെയാ? അല്ല, ആരോടും അധികം സംസാരിക്കില്ലേ? വീട്ടിലും ഇങ്ങനെയൊക്കെയാണോന്നാ ചോദിച്ചേ. പോലെ പോലെ ഒരു കാര്യം പറയട്ടെ.
ചില ആളുകള് അങ്ങനെയാ, അധികം മിണ്ടത്തില്ല. അതൊന്നും സാരമില്ല. അമൃതേച്ചി പേടിക്കേ വേണ്ട. ഇപ്പൊ നമ്മള് കൂട്ടായില്ലേ? നോക്കിക്കോ, ഇനി ഒരാഴ്ചക്കുള്ളിൽ അമൃതേച്ചി നല്ല സൂപ്പറാക്കി എല്ലാവരോട് ചിരിച്ചും മിണ്ടി നടക്കുന്ന ആളാക്കി മാറ്റുന്ന കാര്യം ഈ മാളു ഏറ്റു. ആശേ, ആ. അമ്മ എന്തു പറഞ്ഞു? മോളെ, അമ്മ ഓക്കെ അല്ലേ? അവക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ചേച്ചിക്ക് അവിടെ സുഖമല്ലേ? പരമസുഖം. എന്താ എന്തു പറ്റി? അമ്മേ, ചേച്ചി ഇവിടെ AC റൂമിൽ കഴിഞ്ഞിരുന്ന ആളാ. അവിടെ മര്യാദയ്ക്ക് കറങ്ങുന്ന ഒരു ഫാൻ പോലുമില്ല. എല്ലാവരും ഓരോ വിശറിയും പിടിച്ച് വീശിക്കൊണ്ടിരിക്കുക. എന്താ അതി? രാജേട്ടാ, എന്താണ് പ്രശ്നം? അച്ഛ, അവിടുത്തെ അവസ്ഥ ഭയങ്കര മോശമാ. എന്താണെന്ന് വെച്ചാൽ തെളിച്ചു പറ. അച്ഛ, ചേച്ചിക്ക് അവിടെ ജീവിക്കാൻ പറ്റില്ല. അമൃതയ്ക്ക് അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൾക്ക് എന്തെങ്കിലും പറ്റിയോ? ഇല്ല, അമൃതേച്ചിക്കൊന്നും പറ്റിയിട്ടില്ല. ചേച്ചി ഓക്കെയാണ്. അപ്പൊ പിന്നെ ഇവനെന്താ ഈ പറയുന്നേ? അച്ഛ, ചേച്ചിക്ക് ഇപ്പൊ ഒന്നും പറ്റിയിട്ടില്ല. പറ്റാനിരിക്കുന്നതേ ഉള്ളൂ. ഡാ, നീ ഇങ്ങനെ മനുഷ്യനെ പേടിപ്പിക്കാത്ത കാര്യം എന്താന്ന് പറ. കാര്യം അറിഞ്ഞ അമ്മയ്ക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റുമോ? ആ വീട്ടിൽ യാതൊരു സൗകര്യങ്ങളും ഇല്ല. കുടിക്കാൻ നല്ല വെള്ളം പോലും കിട്ടില്ല. ഒരു വാട്ടർ പ്യൂരിഫയർ പോലും ഇല്ല. ഒരു മൺകലത്തിൽ വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. അതാണ് അവിടുത്തെ വാട്ടർ പ്യൂരിഫയർ. ആ വെള്ളം അച്ചേച്ച് കുടിക്കുന്നേ. സുമിത്രേച്ചി, ആ വീട്ടിലെ ഒരു കാര്യങ്ങളും നമ്മുടെ അമൃതയ്ക്ക് ശീലമുള്ളതല്ല. സത്യം പറഞ്ഞാ നമ്മളെല്ലാരും കൂടി അവളെ ഒരു നരകത്തിലേക്കാ പറഞ്ഞയച്ചത്. ആശേ, രാജേട്ടാ, സത്യാ ഞാൻ പറഞ്ഞേ. യാതൊരു സൗകര്യങ്ങളും ഇല്ലാത്തൊരു വീട്. അമൃത ഇവിടെ എങ്ങനെയാ ജീവിച്ചെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളിടത്താ ഇപ്പൊ അവള്. രാജേട്ടാ, എന്റെ മോള് അവൾ എങ്ങനെ അവിടെ ജീവിക്കും? ചേച്ചി എങ്ങനെയെങ്കിലും കഴിയട്ടെ. അതല്ലേ ഇവിടെ എല്ലാവർക്കും വേണ്ടത്. അതി, ഞാൻ എന്ത് തെറ്റാച്ചാ പറഞ്ഞേ? ഈ കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ? ചേച്ചിക്ക് ആ വീട്ടിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞല്ലേ? അതി, അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്തിനാ? പിന്നെ ഞാനിതൊക്കെ എപ്പ പറയണം? അമ്മേ, ചേച്ചി എവിടെ കിടന്ന് അനുഭവിക്കും. അമ്മ ഇവിടെ കിടന്ന് കരയും. മുത്തശ്ശന്റെ വാശി ജയിച്ചല്ലോ. മുത്തശ്ശന് അത്രയല്ലേ വേണ്ടിയിരുന്നുള്ളൂ. ഡോ, അതി മതി. അയ്യോ, എന്താ സുമിത്രേ, നീ എന്തിനാ കരയുന്നേ? അയ്യോ, എന്താ എന്താ ഇവിടെ? മുത്തശ്ശി, ചേച്ചിയുടെ കാര്യം കഷ്ടമാ.